ഒറ്റയ്ക്കാണോ? നമുക്ക് വി ഐ പി നീ എങ്ങനെ ഓ പെട്ടു തെറ്റ കിടന്നു പെട്ടു ഞാൻ കണ്ടിട്ടുള്ളൂ ഇവിടെ അവ കെട്ടപ്പെട്ട സംഭവങ്ങളാണ്. നേരെ പോകുന്ന അങ്ങോട്ടോ? നേരെ ഈ വഴി തന്നെ വട്ടം കറങ്ങി ഇവിടെ വരും. ആ ആ സോറ യാത്ര അന്ന് മഴ പെയ്തായിരുന്നു. പക്ഷെ മുണ്ടക്കത്തൊന്നും ഇത്ര മഞ്ഞ് വരാറില്ല. ഇതെന്നാ നല്ല മഞ്ഞാണല്ലോ. ഇതെന്നാ ആ ഹൈറ്റ് ഒക്കെ തന്നെയല്ലേ ഉള്ളു. ഇത് വലിയ പൊങ്ങിയ സ്ഥലമൊന്നും അല്ല. ഇതാ അതെ കേട്ടോ. ഞാൻ ഓർത്തത് ഇത് കൂട്ട് വെച്ചേക്കുന്നതായിരിക്കുന്നു. ഒറിജിനല പിന്നല്ലാതെ ഒരെണ്ണം കൊത്താൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ടോ? ഒന്നുമല്ല, അതല്ല ഒറിജിനൽ അനങ്ങുന്നുണ്ട്. ഞാൻ കുറച്ചു നേരം അങ്ങനെ നിൽക്കുന്നു. ആ എല്ലാം അതിനകത്ത് മറ്റേ സാധനം ഉണ്ടാതാ തിന്നാനുള്ള. പൂട്ടിയിട്ടേക്കുക, ആളില്ല വീട്ടിൽ. ഇന്ന് വരും. അതിന്റെ വേറൊരു ഭാഗമാണ്. അതുപോലത്തെ ഒരു സാധനം മുകളിലുണ്ടായിരുന്നു. ആ അത് ഇത് കൂട്ടൊന്നുമല്ല, വലുതാ. നല്ല രസമുള്ള സ്ഥലം തന്നെയാണല്ലോ. ഞാനിവിടെ ഒരു ഇറങ്ങിയോ? നല്ല ഇത്രയും ദേശമുള്ള കട, ഇതുപോലത്തെ ഒരു കടയിൽ നിന്ന് കഴിച്ചിട്ട് ഒത്തിരി കാലമായി. ആളെ കൂട്ടി വിട്ടെന്ന് പറഞ്ഞ എന്നെ പറഞ്ഞ ഇതവിടെ ഇരുന്നോളൂ. ഇല്ല, അവിടെ ഇരിക്കും, ഇരുമ്പാണ് ഇരിക്കും. അയ്യോ ചമ്മേ പട്ടി, രണ്ട് പട്ടി നമ്മളെ അടിക്കാൻ പറ്റി. കാല് നോക്കി പിടിച്ചേക്കുവാ. സ്ഥലത്തിന്റെ പേരെന്നാ? പുന്നേക്കാട്. പോയാ മതിയായിരുന്നു. ആ നേരെ കാണിച്ചിരുന്നേ. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ തിരിയാൻ പറഞ്ഞ കാണിച്ചെന്ന് പറഞ്ഞില്ലായിരുന്നു. തിരിഞ്ഞില്ലേ? എന്നിട്ട് ഇങ്ങോട്ട് കയറിയേ? തിരിയാ വലത്തോട്ട് കാണിച്ചെന്ന് പറഞ്ഞില്ലേ എന്നോട്? വലത്തോട്ടാ കാണിച്ചെന്ന് ആദ്യമേ നേരെ കാണിച്ചേ. ഇവിടെ വന്നപ്പോ വീണ്ടും റൈറ്റ് അവിടെ തിരിയാൻ കാണിച്ചിരുന്നു. ചില സമയത്ത് ഇങ്ങനെ കാണിക്കുന്നല്ലേ. നമ്മളെ ഈ തൂക്കുപാലത്തിലോട്ട് വിടാൻ വേണ്ടിയുള്ളൊരു കളിയായിരുന്നു. പാലക്കാട് പോലെ ഉണ്ടല്ലോ ഇവിടെ ഒക്കെ അല്ലേ? അടിപൊളി. ഇതാ കുട്ടനാട് പോലത്തെ ഒരു മണമൊക്കെ ഉണ്ട്. അതെ അതെ അതെ. ആ മണം വെളിയിൽ കിട്ടത്തില്ല കേട്ടോ. ഇത് എന്നാലും ഇവിടെ കൈതയുണ്ട് കേട്ടോ. ഇവിടെ എല്ലാ സാധനവും ഉണ്ട്. റബ്ബറും ഉണ്ട്, കൈതയും ഉണ്ട്, നെല്ലും ഉണ്ട്, തേക്കുണ്ട്, തെങ്ങുണ്ട്. ഫോറസ്റ്റ് അല്ല, സൈഡിൽ തേക്ക് വെച്ചിട്ട് അകത്ത് റബ്ബർ, രണ്ടും കൂടാ. റബ്ബറും മെയിനാ. ഞാനെപ്പോഴും എല്ലാവരും പറഞ്ഞ ഇഞ്ചത്തൊട്ടി തൂക്കുപാലെന്നാണ്.
ഇവിടെ തൂക്കുപാലം കാണാൻ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. ഇത് അങ്ങോട്ടായിരിക്കും ചിലപ്പോൾ. ഈ തൂക്കുപാലം വണ്ടി പോകും അങ്ങോട്ട്. ഇത് ബസ്സൊക്കെ വരുന്ന സ്ഥലമല്ലേ? മീൻ്റെ മണവും ചേറിൻ്റെ മണവും എല്ലാം കൂടല്ലേ? ഇവിടെ എനിക്ക് ഈ കിടക്കുന്ന വെള്ളം കയറിയ ചെറിയാണ്. അല്ല ഇവിടെ വെള്ളം കയറുന്നതാന്ന് തോന്നുന്നു കണ്ടിട്ട്. ഉണ്ടോ ഒഴുകുന്ന നേര്യമംഗലം റൂട്ടല്ലേ? ഇഞ്ചത്തൊട്ടി. ആ മണമല്ലേ? പെരിയാർ. ഈ പാലം പ്രധാനമായും വനമേഖലയിലെ കോളനികളിലുള്ളവർക്ക് നഗരങ്ങളിലേക്കും സ്കൂളുകളിലേക്കും ആശുപത്രികളിലേക്കും എളുപ്പത്തിലെത്താൻ വേണ്ടിയാണ് നിർമ്മിച്ചത്. മുൻപ് മഴക്കാലത്ത് ഈ പ്രദേശത്തുള്ളവർക്ക് പെരിയാർ കടന്നുപോകാൻ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. പ്രദേശവാസികളുടെ ദീർഘകാലമായുള്ള ആവശ്യമായിരുന്നു ഈ പാലം. നല്ല ആട്ടം ഉണ്ടല്ലേ? ചിലർക്കൊക്കെ പേടിയാവും. കോതമംഗലത്ത് നിന്ന് ഏകദേശം 24 കിലോമീറ്റർ ദൂരമുണ്ട്. ലോകപ്രശസ്തമായ തട്ടേക്കാട് പക്ഷിസങ്കേതം ഏകദേശം 11 കിലോമീറ്റർ, ഭൂതത്താൻകെട്ട് അണക്കെട്ടും പാർക്കും ഏകദേശം 5-11 കിലോമീറ്റർ എന്നിവ ഇഞ്ചത്തൊട്ടിക്ക് അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പാലം പ്രദേശവാസികൾക്ക് പെരിയാർ കടന്നുപോകാൻ ഒരു എളുപ്പമാർഗം എന്നതിലുപരി ഇപ്പോൾ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയിരിക്കുന്നു. ഇത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലങ്ങളിൽ ഒന്നാണ്. തൂക്കുപാലത്തിലൂടെ നടക്കുമ്പോൾ പാലം ആടിയുലയുന്നത് സഞ്ചാരികൾക്ക് ഒരു സാഹസിക അനുഭൂതി നൽകുന്നു. പാലത്തിൽ നിന്നുള്ള പെരിയാറിന്റെയും സമീപത്തെ തട്ടേക്കാട് പക്ഷിസങ്കേതത്തിന്റെയും കാടുകളുടെയും കാഴ്ച അതിമനോഹരമാണ്. ആ കുലുക്കം കാരണം പൊട്ടുന്ന ഇത് കണ്ടോ? അപ്പുറത്തും ഉണ്ടായിരുന്നു ചെറിയൊരാട്ടം ഉണ്ടല്ലോ, അതുകൊണ്ട് ഇതിന് 183 മീറ്റർ, ഏകദേശം 600 അടി നീളവും 1.2 മീറ്റർ 4 അടി വീതിയുമുണ്ട്. എറണാകുളം ജില്ലയിലെ കോതമംഗലത്തിനടുത്ത് പെരിയാറിന് കുറുകെയാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. ഇത് കീരമ്പാറ പഞ്ചായത്തിലെ ചാരുപ്പാറയെയും കുട്ടമ്പുഴ പഞ്ചായത്തിലെ ഇഞ്ചത്തൊട്ടിയെയും ബന്ധിപ്പിക്കുന്നു. കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡ് KEL ആണ് ഇതിന്റെ രൂപകൽപ്പനയും നിർമ്മാണവും നിർവഹിച്ചത്. നേര്യമംഗലം ഇതിലെ എങ്ങോട്ടാ പോകുന്ന റോഡ്? ഫോറസ്റ്റ് വീടുകൾ. ആനയെല്ലാം തോന്നുന്നു, വേറെ ചെറിയ മൃഗങ്ങളായിരിക്കും. പാലത്തിന് സമീപം കയാക്കിംഗ്, പെഡൽ ബോട്ടിംഗ് എന്നിവയ്ക്കുള്ള സൗകര്യങ്ങളുണ്ട്. പെരിയാർ നദിയിലെ ഈ ജലവിനോദങ്ങൾ സഞ്ചാരികളെ ആകർഷിക്കുന്നു. ഒച്ചയും വെള്ളമൊന്നും ഇല്ലാത്ത നല്ല ശാന്തമായിട്ടുള്ള സ്ഥലം.
ആ കിളികളുടെയൊക്കെ ശബ്ദം അല്ലാതെ വേറൊരു സാധനമില്ല. വെള്ളോ? ആ മീൻ പിടിക്കാൻ പോകുന്ന നല്ല മീനാ. മീൻ പിടുത്തമൊക്കെ കാണും. ഒഴുക്കിൻ്റെ അത് വെള്ളം കിടക്കുന്നത്. ആ ആന അറിയാത്ത സൗണ്ട്. അത് ആനയാണോ? ആ ഭാഗത്തപ്പം വനമാണോ? ഞാൻ പറഞ്ഞ വിജിറ്റ് ചെയ്തു. അതെ ഭയങ്കര കമ്പ്യൂട്ടർ അല്ലേ? ആറ് നീന്തി വരുമോ ഇങ്ങോട്ട്? ആ കാരണം ചാടുന്നൊക്കെ മാര്. ആ 20 ഇപ്പൊ അവര് തന്നെ ഉണ്ടെന്ന് തോന്നുന്നു ആയിക്കോളൂ. ഇപ്പൊ കാപ്പ് കുടിച്ചേ ഉള്ളൂ. കാന്താരി മാങ്ങ, പൂവ് മാങ്ങ, ക്യാരറ്റ്, നെല്ലിക്കപ്പുളി, ഊതിക്ക, അരിക്ക. ചേട്ടന്റെ പരിപാടിയാണോ? സ്വന്തമാണോ? എൻ്റെ കൂടെ അതിൻ്റെ കൂടെ അക്കറിയാ. ഒരെണ്ണം പപ്പാതിയാക്കി തരാമോ? പിന്നെ കരമ്പുഴ ഇത് നെല്ലിക്കല്ലേ? നെല്ലിക്ക, അരിക്ക, ഇഞ്ചി എല്ലാം കൂടെ ആണോ? എല്ലാം കൂടെ ഇടിച്ചാണ്. ആ കാന്താരി ഉള്ളി. കുപ്പി എടുത്തോണ്ട് വരുവാണെങ്കിൽ കുപ്പി കയറ്റുന്നുണ്ട് പോയിരുന്നു. ഗ്യാസുള്ള സാധനം അത്. അക്കരയൊക്കെ ആനയുണ്ടോ അപ്പം? പിന്നെ അക്കരയിലെ ആന, അക്കര നല്ല ശല്യമാണോ? ആ ആനശല്യമുണ്ട്. അക്കരെ ആന ഇക്കര കയറുമല്ലോ. ആ പാലം കുലുക്കരുത് കേട്ടോ, പാലം പോയിരിക്കുക. പാലം കുലുക്കരുത്, പാലം പോയിരിക്കുക. അതുകൊണ്ടാണ് കുലുക്കരുത്. പൈപ്പ് എല്ലാ സ്ഥലത്തും ഏഡർ എല്ലാ സ്ഥലത്തും പറഞ്ഞിരിക്കുക. പൈപ്പ് ഏഡർ ഗ്യാസ് മൂക്കിലേക്ക് ഇങ്ങനെ വലിക്കരുത്. ഇങ്ങനെ വലിക്കരുത്. അത് പുറത്തേക്ക് തള്ളി കൊടുക്കും. പിടിച്ചോ പിടിച്ചോ. എത്ര നാളായി ഈ പാലം പണിതിട്ട്? ഇത് 12 2012. പുറത്തേക്ക് ഗ്യാസ് കഴിഞ്ഞിട്ട് മണക്കരുത്. എൻ്റെ അമ്മ ഭയങ്കര ഗ്യാസ്. അയ്യോ അതന്നെ ഗ്യാസല്ലേ? ഈ സാധനം എപ്പോൾ പുറത്ത് പോയെന്ന് കുട്ടിക്കാതെ അത് പോയി കഴിഞ്ഞാലേ ഗ്യാസ് ഉണ്ടെങ്കിൽ വെളി പോയില്ലെങ്കിൽ വേറെ വല്ല അത് വന്ന് കുട്ടിക്കൊണ്ടാൽ മതി അല്ലേ? കുടിച്ചേ കുടിച്ചിട്ട് പകുതി കുടിച്ചേ. അപ്പം ഞാൻ കുടിച്ചേ. ഇത്ര കുടിച്ചോളൂ. ചൂട് കുടിക്കേ.
ഇത് തന്നെ തീരുമാനമായി. ഇല്ല കൂടുതലല്ല, ആദ്യം കഴിച്ചില്ല അതുകൊണ്ടാ കാണിച്ചാൽ എനിക്ക് സോഡ ഇഷ്ടമില്ല അതുകൊണ്ടാണ് സോഡ ഉള്ളിയൊക്കെ ആകുമ്പോൾ ഗ്യാസ് ഉണ്ടാവും. ശ്വാസം പിടിച്ചിട്ട് ഒറ്റ കൊടി കുടിക്കണം അല്ലേ? ഇവിടെ വരെ ഉണ്ട്. എനിക്ക് ഇച്ചിരി താഴെ വരെ ഉണ്ട്. പയ്യ പോകുന്നത് പിടിച്ചിട്ടുള്ളത് അറിയാം. കോറമംഗലം ആരുപാറ